ഹലോ നല്ല നമസ്കാരം. ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിട്ടുള്ള പ്രിയങ്ക ചോപ്രയുടെ ദി ബ്ലഫ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു റാംബോ സ്റ്റൈലുള്ള ഒരു സർവർ ത്രില്ലർ. ഇതിൻ്റെ മെയിൻ പ്ലോട്ട് നോക്കുമ്പോൾ 19ാം നൂറ്റാണ്ടിൽ കരീബിയൻ കടലിൻ്റെ പശ്ചാത്തലത്തിലാണ് സിനിമ നടക്കുന്നത്. ഒരു കാലത്ത് ബ്ലഡി മേരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ക്രൂരയായിട്ടുള്ള കടൽ കൊള്ളക്കാരിയായിരുന്നു നായിക. എന്നാൽ തൻ്റെ ബ്ലഡ് സ്റ്റോറി ആ ഒരു ഭൂതകാലത്തെ ഉപേക്ഷിച്ച് കോമൺ ഐലൻഡിൽ കുടുംബത്തോടൊപ്പം സമാധാനമായി ജീവിതം നയിക്കുകയാണ് അവളിപ്പോൾ. അവളുടെ ഭർത്താവ് കടലിൽ വെച്ച് കാണാതാകുന്നത് കൂടിയാണ് കഥ മൊത്തത്തിൽ മാറുന്നത്. നായികയുടെ പഴയ ഗുരുവായിരുന്ന ക്യാപ്റ്റൻ കോണർ പ്രതികാരത്തിനായി അവളെ തേടി ദ്വീപിലെത്തുകയാണ്. തൻ്റെ കുടുംബത്തെയും ദ്വീപിനെയും സംരക്ഷിക്കാൻ വേണ്ടി എയർസെൽ വീണ്ടും ആയുധമെടുക്കുന്നതാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. 19ാം നൂറ്റാണ്ടിൻ്റെ കടൽ കൊള്ളക്കാരുടെ കാലഘട്ടം വളരെ കൃത്യമായിട്ട് തന്നെ ആവിഷ്കരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കടൽ കൊള്ളക്കാരുടെ അധപ്പതനം തുടങ്ങുന്ന കാലഘട്ടത്തെ സിനിമ സൂക്ഷ്മമായി അടയാളപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ പ്രിയങ്ക ചോപ്ര സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത് പ്രിയങ്കയുടെ പ്രകടനം തന്നെയാണ്. ആക്ഷൻ രംഗങ്ങൾ അവർ വളരെ നല്ല രീതിയിൽ പരമാവധി എഫേർട്ട് എടുത്ത് മികവുറ്റുള്ള ഒരു സ്റ്റണ്ട് രംഗങ്ങൾ അവർ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇമോഷണൽ രംഗങ്ങളും പ്രിയങ്ക വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ടുകൾ എനിക്ക് തോന്നുന്നു ഡൂപ്പില്ലാതെയാണെന്ന് തോന്നുന്നു ചെയ്തത്. പിന്നെ കാൾ അർബർ അദ്ദേഹവും നല്ല ഒരു വില്ലൻ വേഷത്തിൽ ഗംഭീരമായിട്ട് ക്രൂരനായിട്ടുള്ള ഒരു ക്യാപ്റ്റൻ കോണർ എന്ന് പറയുന്ന കഥാപാത്രം അത് വളരെ ഗംഭീരമായിട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സംവിധാനം ഫ്രാങ്കി ഫ്ലവേഴ്സാണ് ഇതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ദീമിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഭംഗിയും പോരാട്ടത്തിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഭീകരതയും ഒക്കെ ഒപ്പിയെടുക്കാൻ അദ്ദേഹത്തിന് നന്നായിട്ട് തന്നെ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ സിനിമ കഴിയുന്നത് ഒറിജിനൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഭാഷപരമായിട്ട് ആമസോണിൽ ചില സാധനങ്ങൾ ഡബ്ബിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലെ ഈ മറിയം എന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് അത് ചില ഇടത്തൊക്കെ ഒരു കല്ലുകടിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു R-rated സിനിമയാണ്, അതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ടുള്ള വയലൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിയുന്നതും ഒറ്റയ്ക്കിരുന്ന് കാണാൻ ശ്രമിക്കുക. ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഗംഭീരമായിട്ട് സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് ഹെഡ്ഫോണൊക്കെ വെച്ച് ഉപയോഗിച്ച് കണ്ടാൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഒരു ക്ലൈമാക്സിൽ ഒരു പ്രിയങ്കയുടെ അതോടൊപ്പം തന്നെ കാൾ അർബൻ്റെയും തമ്മിലുള്ള ആ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ദ്വീപിലെ ആ കെണികൾ, അതോടൊപ്പം തന്നെ ടണലുകൾ ഉപയോഗിച്ചിട്ടുള്ള ഗെറില്ല ആ ഒരു ഫൈറ്റ്, അതൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതോടൊപ്പം തന്നെ സിനിമാറ്റോഗ്രാഫി നോക്കുമ്പോൾ കരീബിയൻ കാടുകളും സമുദ്രവും അതോടൊപ്പം തന്നെ ആ ഗുഹകളും ഒക്കെ വളരെ ഗംഭീരമായിട്ട് ഒപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ദൃശ്യ ഭംഗി കൊണ്ട് വളരെയധികം സമ്പന്നമാണ്. അതുകൊണ്ട് ക്യാമറ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തു. അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റി നോക്കുമ്പോൾ 1800കളുടെ ആ കാലഘട്ടത്തെ ഗംഭീരമായിട്ട് പിന്നെ പുനഃപ്രതിഷ്ഠിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സിനിമയുടെ സംഗീതം, ഒരു ഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ചില സ്ഥലങ്ങളിലൊക്കെ ഗംഭീര സാധനം, അത് ഹെഡ്ഫോൺ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ സിനിമയുടെ വളരെ ലളിതമാണ്, വളരെ ഗംഭീരമായിട്ട് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. തിരക്കഥയിൽ വലിയൊരു പുതുമയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ VFX ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ആ ഒരു പിന്നെ മൗണ്ടൻ്റെ മുകളിൽ വെച്ച് നടക്കുന്ന സാധനങ്ങളിൽ VFX ആർട്ടിഫിഷ്യലായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു 2 ആക്ടർ അവരുടെ അഭിനയം ഒരുമാതിരി സീരിയൽ ആക്ടിങ് പോലെയാണ് തോന്നിയത്. ഇനി OTT ആയതുകൊണ്ടാണോ ഇങ്ങനെ അഭിനയിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല, അതോ ഓവർ ആക്ടിങ് ആണോ? ഇതാണ് എനിക്ക് 2 കാര്യം മാത്രമേ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ മറിയത്തിൻ്റെ കാര്യവും അത് മലയാളികൾക്ക് മാത്രമേ ചില പ്രശ്നങ്ങളായിട്ട് തോന്നത്തുള്ളൂ. പിന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് കഥയൊന്നും നോക്കണ്ട, വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കഥയാണ്. അതുകൊണ്ട് ആമസോൺ പ്രൈമിൽ പിന്നെ പ്രിയങ്ക ചോപ്രയുടെ പെർഫോമൻസും കാണാൻ വേണ്ടി ഈ സിനിമ ഒന്ന് ട്രൈ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. എല്ലാ ഭാഷകളിലും പിന്നെ ലഭ്യമാണ്. അതുകൊണ്ട് കുറച്ച് സമയമേ ഉള്ളൂ, 2 മണിക്കൂറിന് താഴെ
ഒരു 1.25 മണിക്കൂർ 50 മിനിറ്റാണ് തോന്നുന്നു, 1:50 തോന്നുന്നു ദൈർഘ്യം. ചെറിയ സിനിമയാണ്, അതുകൊണ്ട് വലിയ സമയം ഇതാവത്തില്ല, ഇഴച്ചിലൊന്നുമില്ല, ഗംഭീരമായിട്ട് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് തന്നെ കഥ പറഞ്ഞു പോകുന്നുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമുണ്ട് തോന്നുന്നില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും. താങ്ക്